ഉഷ്ണതാപ പ്രഭാവം കൂടി ഉൾപ്പെടുത്തേണ്ട സ്ഥിതിയിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. വെറ്റ് ബൾബ് ഇഫക്റ്റ്, ഹീറ്റ് ഡോം എന്നിവ വേനൽ ചൂടിന് ആക്കം കൂട്ടുകയാണ്. ഇതിനൊപ്പം വാഹനങ്ങളിൽ നിന്നുള്ള പുക ഉൾപ്പെടെ നിരവധി ഘടകങ്ങളും താപവർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ ഉഷ്ണതാപ പ്രഭാവവും കൂടി ഉൾപ്പെടുത്തേണ്ട സ്ഥിതിയിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. വെറ്റ് ബൾബ് ഇഫക്റ്റും ഇതോടൊപ്പം ഹീറ്റ് ഡോം ഇഫക്റ്റ് എന്ന താപക്കുടയും അന്തരീക്ഷമർദ്ദത്തിന്റെ ഫലമായി രൂപപ്പെടുന്നു. മാത്രമല്ല, അതിവേഗ നഗരവൽക്കരണ ഫലമായ ഹീറ്റ് ഐലൻഡ് എന്ന താപതുരുത്ത പ്രതിഭാസവും ഓരോ വേനലിലും കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥിതിയാണ്. ഉത്തരേന്ത്യയിൽ മാത്രം അനുഭവപ്പെടുന്ന താപതരംഗം സംസ്ഥാനത്തും ഉണ്ടാകുന്നു എന്നതാണ് ഉയർന്നുവരുന്ന മറ്റൊരാശങ്ക. അറബിക്കടലിലെ താപവർധന മൂലം കേരളത്തിന്റെ കരയും കടലും ഏകദേശം ഒരുപോലെ ചൂട് പിടിച്ച് കിടക്കുകയാണ്. അതിനാൽ തന്നെ കരക്കാറ്റിന്റെയും കടൽക്കാറ്റിന്റെയും താളം തെറ്റുകയാണോ എന്ന സംശയവും കാലാവസ്ഥാ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആഗോളതലത്തിൽ മഴ കുറയ്ക്കുകയും താപം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന എൽനിനോ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. താപനം, സൗരചക്രങ്ങളിലെയും ഭൂമിയുടെ കാന്തിക ധ്രുവീയതകളിലെയും ഏറ്റക്കുറച്ചിലുകൾ എന്നിവ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളാകുന്നുണ്ടോ എന്ന സംശയവും ഉന്നയിക്കുന്നവരുണ്ട്. ഇനി എന്താണ് വെറ്റ് ബൾബ് ഇഫക്റ്റ് എന്ന് നോക്കാം. സാധാരണ താപനിലയ്ക്ക് പുറമെ അന്തരീക്ഷവായുവിലെ ഈർപ്പം കൂടി കണക്കിലെടുക്കുമ്പോൾ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ഉഷ്ണത്തെയാണ് വെറ്റ് ബൾബ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ചൂടിന് പുറമെ ഈർപ്പം കൂടുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. ശരീരം തണുപ്പിക്കാൻ വിയർപ്പാണ് പ്രകൃതിയുടെ മാർഗം. പക്ഷേ വായുവിൽ ഈർപ്പം കൂടുതലായാൽ വിയർപ്പ് വറ്റില്ല. ചൂട് പുറത്തേക്ക് വിട്ട് തണുപ്പിക്കാൻ ശരീരത്തിന് കഴിയാതെ വരുന്നതാണ് വെറ്റ് ബൾബ് താപനില ഉയരുമ്പോൾ സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദമുള്ള പ്രദേശം കുട പോലെ ചൂടുള്ള വായുവിനെ ഒരു പ്രത്യേക സ്ഥലത്ത് തളച്ചിടുന്ന പ്രതിഭാസമാണ് ഹീറ്റ് ഡോം എന്ന താപക്കുട. എന്നാൽ കേരളത്തിൽ ഇതിന് സാധ്യത കുറവാണ്. ഇത് മാത്രമല്ല, വാഹനങ്ങളിൽ നിന്നുള്ള പുക, വാഹനങ്ങളിൽ ഉൾപ്പെടെ AC-യുടെ വ്യാപകമായ ഉപയോഗം, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ധൂളികളുടെ അളവ്, മറ്റു മലിനീകരണം തുടങ്ങിയ പല ഘടകങ്ങൾ താപവർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. ഏപ്രിൽ 6 മുതൽ 13 വരെ സംസ്ഥാനത്ത് ചൂടിന്റെ കാര്യത്തിൽ വീണ്ടും വർധനയുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, ഇടവിട്ടുള്ള മഴ ലഭിക്കുന്നതിനാൽ കടുത്ത ജലക്ഷാമം തൽക്കാലമില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. എന്നാൽ ലഭിക്കാനുള്ള വേനൽ മഴയിൽ കുറവ് വന്നാൽ അത് തുടർന്നുള്ള ദിവസങ്ങളെ ബാധിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.